സെമറാങ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വൈകിട്ടായിട്ടുണ്ടെങ്കിൽ ആരും പുറത്തേക്ക് ഇറങ്ങില്ല. സുമല എന്ന് പറയുന്ന ഈ ഒരു കൊടും പ്രേതത്തെ പേടിച്ചിട്ട്. അതേ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 2024 പുറത്തിറങ്ങിയിട്ടുള്ള സുമാല എന്ന് പറയുന്ന ഒരു ഇന്തോനേഷ്യൻ സിനിമയാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സെമറാങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. 1976 കാലഘട്ടം. അവിടുത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് കളിക്കാനായിട്ട് പോകുമ്പോൾ അതിലൊരു കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, വൈകിട്ടാവുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് കയറിക്കൊള്ളണം, അറിയാലോ ആ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലേക്ക് പോവാണ്. ഈ കുട്ടികളെല്ലാവരും ചോളകൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. പകുതി പേരും വൈകിട്ടാവുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ച് ഇവരുടെ പന്താണെന്നുണ്ടെങ്കിൽ ഈ ചോളകൃഷിയുടെ ഇടയിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഈ ബോൾ എടുക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഒരു ചോളപ്പാടത്തിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ അതിലൊരു പയ്യൻ പറയുന്നുണ്ട്, നമുക്ക് നാളെ വന്നിട്ട് എടുത്താൽ പോരാടാന്ന്. പെട്ടെന്നൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോളും പിടിച്ചിട്ട് ഇവർ രണ്ടുപേരും അതിനടുത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അതിലൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ ബോൾ വാങ്ങാനായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. മറ്റേ പയ്യനാണെന്നുണ്ടെങ്കിൽ ഈ പയ്യനെ താക്കീത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ ഈ ഒരു പെൺകുട്ടിക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ബോൾ വാങ്ങിക്കാനായിട്ട് പോയ പയ്യനെ മറ്റേ പയ്യനെ കാണാനായിട്ട് പറ്റുന്നില്ല. നോക്കുമ്പോൾ ഒരു മരത്തിനടിയിലായിട്ട് ഈ ഒരു പ്രേതം മറ്റേ പയ്യനെ കല്ലുകൊണ്ട് അടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതും കണ്ടിട്ടാണ് ഈ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രേതം അവനെ നോക്കുന്നുണ്ട്. ഇവൻ നേരെ വീട്ടിലേക്ക് വിട്ടിട്ട് കാര്യം പറഞ്ഞു. ഗ്രാമവാസികളെല്ലാവരും കൂടി പന്തം കൊളുത്തിപ്പടയായിട്ട് വന്ന് നോക്കുമ്പോൾ ഒരു പുഴയിൽ പാറക്കെട്ടുകൾക്കിടയിലായിട്ട് ഈ ഒരു പയ്യൻ്റെ മൃതദേഹം ഇവർ കണ്ടെത്തുകയാണ്. എല്ലാവരും ഈ പയ്യൻ പറയുന്നത് വിശ്വസിക്കുന്നേ ഇല്ല. കാരണം ഇവൻ തന്നെയാണ് ഇവൻ്റെ കൂട്ടുകാരനെ കൊന്നതെന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പയ്യൻ അപ്പോൾ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ബോളുമായിട്ട് വന്നു, എന്നിട്ട് അവളാണ് അവനെ വിളിച്ചുകൊണ്ട് പോയതെന്നൊക്കെ. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ നിന്നിരുന്ന സാബ്ഡോ എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. ആരും അവനെ കുറ്റപ്പെടുത്തണ്ട, ഇത് അവളാണ്, സുമല. അയാൾ ആ ഒരു പേര് പറഞ്ഞതും നാട്ടുകാരാകെ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നീട് 1947 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഈ കാറിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുലാസ്ത്രി എന്ന് പറയുന്ന യുവതിയാണ്. പുള്ളിക്കാരി ഇവിടുത്തെ പ്രമുഖനായിട്ടുള്ള ഗ്രാമത്തലവൻ്റെ ഭാര്യയാണ്. ഈ ഗ്രാമത്തലവൻ്റെ പേരാണ് സോജിമാൻ. സോജിമാനെ കാണാനായിട്ട് ഇപ്പോൾ മറ്റുള്ള പ്രമുഖരൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ്റെ തന്നെ കുടുംബക്കാരനായിട്ടുള്ള ഒരാൾ അപ്പോൾ അവനെ കളിയാക്കുന്നുണ്ട്. നിനക്ക് ഇത്രയും നാളായിട്ടും ഒരു കുട്ടി പോലും ജനിച്ചില്ലേ? നിൻ്റെയൊക്കെ പ്രായത്തിൽ എനിക്ക് പിള്ളേർ 5 വിരുന്നുകാരെല്ലാം പോയതിന് ശേഷം നമ്മുടെ സോജിമാനാണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഒരു താക്കീത് കൊടുക്കുകയാണ്. 1 കൊല്ലത്തിനുള്ളിൽ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നതായിരിക്കും. അത് കേട്ടതോടുകൂടി നമ്മുടെ സുലാസ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ ആകെ വിഷമിച്ചിട്ട് സുലാസ്ത്രീ വീടിന് പുറത്ത് നടക്കുമ്പോഴാണ് തൊഴുത്തിലെ പണിക്കാർ ഒരു കാര്യം പറയുന്നത് അവൾ ശ്രദ്ധിച്ചത്. അതായത് ആ തൊഴുത്തിലെ പണിക്കാരൻ്റെ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടാവാത്തതുകൊണ്ട് അടുത്തുള്ള ഗ്രാമത്തിലൊരു മന്ത്രവാദിനെ കാണാൻ പോയ കാര്യമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സുലാസ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ആൻറ്റിയെയും ഒരു പണിക്കാരനെയും കൂട്ടിയിട്ട് ആ ഒരു മന്ത്രവാദിനെ കാണാനായിട്ട് പോവാണ്. ഒരു വലിയ പുഴ കടന്നു വേണം ഈ ഒരു മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. സുലാസ്ത്രീയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആൻറ്റിയും പിന്നെ ആ ഒരു പണിക്കാരനാണെന്നുണ്ടെങ്കിൽ ആ വീടിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സുലാസ്ത്രീ ഈ ഒരു മന്ത്രവാദിനിയുടെ അടുത്ത് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. അങ്ങനെ ഈ ഒരു മന്ത്രവാദിനി ഈ ഒരു ഉടമ്പടി പറയുകയാണ്, സാത്താനുമായിട്ടുള്ള ഉടമ്പടി. 2 മാസത്തിനുള്ളിൽ തന്നെ നിനക്ക് കുഞ്ഞ് ജനിക്കും. 2 കുട്ടികളായിരിക്കും ഉണ്ടാവുക. അതിലൊരെണ്ണം സാത്താൻ്റേതും ഒരെണ്ണം നിങ്ങളുടേതുമായിരിക്കും. 10 വയസ്സാവുന്നതോട് കൂടിയിട്ട് സാത്താൻ്റെ കുഞ്ഞിനെ സാത്താൻ കൊണ്ടുപോകും. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്കും സന്തോഷമായിട്ട് വളർത്താം. അതിൽ ഒരു തെറ്റും സംഭവിക്കാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയാണ്. അതോടുകൂടി സുലാസ്ത്രീയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങി. അവളിങ്ങനെ കിടന്ന് വിറയ്ക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ശേഷം അവളാണെന്നുണ്ടെങ്കിൽ പ്രേതങ്ങളെപ്പോലെ തന്നെ 2 കാലും 2 കൈയും കൂടി കുത്തിയിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം അവളുടെ വയറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീർത്ത് വരുന്നതും കാണാം. 2 മാസങ്ങൾ കടന്നുപോയി. അവിടുത്തെ വൈദ്യസ്ത്രീ ഈ ഒരു വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ സുലാസ്ത്രീക്ക് ട്വിൻസ് ആണുള്ളതെന്ന് പറയുന്നു. അതോടുകൂടി നമ്മുടെ സോജിമാൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് നമുക്ക് സുമല എന്നും കുമല എന്നും പേരിടാനും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മുടെ സുലാസ്ത്രീ ഇപ്പോൾ പ്രസവവേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ ആൻറ്റിയും വയറ്റാട്ടിയും കൂടി ഈ ഒരു പ്രസവം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോധം പോകുന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സാക്ഷാൽ സാത്താൻ വന്നിട്ട് ഒരു കസേരയിലിരിക്കുകയാണ്. കാരണം സാത്താൻ്റെ കുഞ്ഞും കൂടി പുറത്ത് വരാനുണ്ടല്ലോ. റൂമിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോജിമാൻ വെയിറ്റിംഗ് ആണ്. അകത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാത്താൻ. ഒരു കുട്ടി പുറത്തേക്ക് വന്നപ്പോൾ ആ കുട്ടിക്ക് അനക്കമില്ല. രണ്ടാമതൊരു കുട്ടി പുറത്തേക്ക് വന്നു. പക്ഷേ ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വിരൂപിയായിട്ടുള്ള കുട്ടിയായിരുന്നു.
സാക്ഷാൽ സാത്താൻ്റെ കുഞ്ഞ്. അത് കണ്ടതോടുകൂടി സോജിമാനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയാവാൻ തുടങ്ങി. കാരണം ഇത് ഗ്രാമത്തിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് നാണക്കേടാണെന്നും പറഞ്ഞുകൊണ്ട് സോജിമാൻ അപ്പം തന്നെ ആ ഒരു കുട്ടിയെ അങ്ങോട്ട് വാളും വെച്ച് തീർത്ത് കളയുകയാണ്. സോജിമാൻ്റെ മുമ്പിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതിനെ തീർത്ത് കളഞ്ഞ അപ്പം തന്നെ ആ അനക്കമില്ലാതെ കിടന്നിരുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരയാനായിട്ട് തുടങ്ങി. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷവുമായി. കാലങ്ങൾ പിന്നെയും കടന്നുപോയി. പക്ഷേ ഈ ഒരു കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനോ നടക്കാനോ ഉള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. വളർന്നു വലുതാകുമ്പോൾ ഇതെല്ലാം ശരിയാവുമെന്ന് സോജിമാനും കുടുംബവും വിചാരിച്ചു. പക്ഷേ അവൾക്കൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു പെൺകുട്ടി എപ്പോഴും ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കും. അതും ചുമ്മാ ഒന്നല്ല, ഒരു 3-4 മണിക്കൂറൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ചുമ്മാ ഇരിക്കും. ഇതൊക്കെ കണ്ടിട്ട് സുലാസ്ത്രി അവളെ വഴക്ക് പറയാറുണ്ടായിരുന്നു. ഇവൾക്ക് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട് കുമലയെ തൊഴുത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നമ്മുടെ സോജിമാൻ. എന്നിട്ട് ഇവൾ ഇവിടെ കിടക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അവളുടെ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആകപ്പാടി ആ ഒരു വീട്ടിൽ ആ ആൻറ്റിക്ക് മാത്രമാണ് കുമലയോട് ഇഷ്ടം. ഒരു ദിവസം നോക്കുമ്പോൾ കുമലയെ വീട്ടിൽ കാണാനില്ല. അവൾ ചന്തയിലേക്ക് പോയേക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വികൃതി പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇവളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു പഴം എടുത്തിട്ട് അവളുടെ മുഖത്ത് അങ്ങോട്ട് തേച്ച് കൊടുക്കുകയാണ്. പാവം കുമലയാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ കളിക്കാനായിട്ട് വിളിച്ചാണെന്ന് വിചാരിച്ചത്. ഇതെല്ലാം കണ്ട് സോജിമാനും ഭാര്യയായിട്ടുള്ള സുലാസ്ത്രിയും കാറിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരും ഈ കുട്ടികളെ തടയാനായിട്ട് നിന്നില്ല. പകരം സോജിമാൻ വീട്ടിലേക്ക് കുമലയെ കൊണ്ടുപോയിട്ട് ആ ഒരു തൊഴുത്തിൽ പൂട്ടിയിടുകയാണ്. എന്നിട്ട് അവളെ ചാട്ടവയറിന് പൊതിരെ തല്ലുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു വീട്ടിൽ കുമലയോട് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളത് അവളുടെ ആൻറ്റിക്കായിരുന്നു. ആ ഒരു ചാട്ടവയറിനുള്ള അടി കിട്ടിയതിന് ശേഷം ആ ഒരു അമ്മമ്മ വന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി കുമല കിടന്നുറങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ റൂമിലേക്ക് ഒരാൾ വരുന്നത്. അതായത് നമ്മുടെ സുമല, അവളുടെ അനിയത്തിയായിട്ടുള്ള ആ ഒരു കൊടും പ്രേതം. എന്നിട്ട് ഇവളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. നിന്റെ അച്ഛനും അമ്മയും വേണ്ടല്ലേ, പക്ഷേ എനിക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുമലയാണെന്നുണ്ടെങ്കിൽ ഇവളുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാവുകയാണ്. സോജിമാൻ അന്ന് കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയാണ് ഇപ്പോൾ പ്രേതമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സുമല. അങ്ങനെ ഒരു ദിവസം കുമലയും അവളുടെ ആൻറ്റിയും കൂടി ചേർന്നിട്ട് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോജിമാന് അവൻ്റെ വർക്കിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. പുള്ളിക്കാരൻ വന്നിട്ട് നിന്റെ മോളോട് മിണ്ടാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സുലാസ്ത്രിയെ വഴക്ക് പറയുന്നുണ്ട്. കുമലയുടെ മുഖത്തിനിട്ട് ഒരടിയും കൊടുത്തുകൊണ്ടാണ് സോജിമാൻ അവിടെ നിന്നും പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുമല അവളുടെ അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു പേന പിടിച്ചു വാങ്ങിയതിന് ശേഷം സോജിമാൻ്റെ കയ്യിലായിട്ട് തന്നെ ആ പേന കൊണ്ട് കുത്തുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞ സോജിമാനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ മകളെ ഇപ്പോൾ ഒരു വലിയ കമ്പിൽ നാട്ടിയിട്ട് ചോളപ്പാടത്ത് പൊരി വെയിലത്ത് വെക്കുകയാണ് വൈകുന്നേരം വരെ. സോജിമാൻ്റെ ഈ ഒരു പ്രവൃത്തിക്കെതിരെ സംസാരിക്കാൻ സുലാസ്ത്രിക്ക് പോലും ധൈര്യമില്ലായിരുന്നു. മറ്റൊരു കാരണം കൂടിയുണ്ട്, ഈ ഒരു മകളെ അവൾക്കും ഇഷ്ടമല്ലായിരുന്നു. പാവം കുമല അന്നത്തെ ദിവസം മുഴുവൻ വെയിൽ കൊണ്ടു. വൈകിട്ടിപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുമല ഒരു പണി ചെയ്യുന്നത്. അതായത് അത് കുമലയല്ല ചെയ്യുന്നത്, അവളുടെ ഇൻ്റർവെയർ മൊത്തം അഴിച്ചതിന് ശേഷം ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ അച്ഛൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ആ ഒരു ടേബിളിലേക്ക് തന്നെ മൂത്രമൊഴിക്കുകയാണ്. രണ്ടുപേരുടെയും മുഖത്ത് നോക്കിയിട്ട് അവൾ ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് കണ്ട് സോജിമാൻ വഴക്ക് പറഞ്ഞപ്പോൾ തന്നെ കുമല അയാളുടെ മേലേക്ക് ചാടി വീഴുകയാണ്. അത് കുമലയല്ല, സുമലയുടെ പ്രേതമാണെന്ന് നമ്മുടെ സുലാസ്ത്രിക്ക് അപ്പോൾ മനസ്സിലായി. അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു, അതിൽ അവളത് കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഇവളെ കാണാനില്ല. നമ്മുടെ ആൻറ്റിയും സുലാസ്ത്രിയും കൂടി പുറത്ത് പോയി നോക്കുമ്പോൾ അവിടുത്തെ പട്ടിക്കുട്ടിയെ ഇവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട സാബ്ദോ എന്ന് പറയുന്ന ആളില്ലേ, ഈ ഒരു ആൻറ്റിയുടെ മകനായിരുന്നു സാബ്ദോ. സുലാസ്ത്രി ഇപ്പോൾ ആ ഒരു മന്ത്രവാദിനെ വീണ്ടും കാണാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ ആൻറ്റിക്ക് എന്തോ സംശയം തോന്നിയിട്ട് പുള്ളിക്കാരിയും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ആ വെള്ളക്കാരനോട് ചോദിക്കുമ്പോൾ മന്ത്രവാദിനിയാണെന്നുണ്ടെങ്കിൽ മരിച്ചിട്ട് കുറേ കാലമായി എന്ന് പറയുന്നുണ്ട്. സുലാസ്ത്രി ആകെ വിഷമത്തിലായി. അവൾ ആൻറ്റിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയതും ഈ ഒരു കുഞ്ഞ് ജനിച്ചതും എല്ലാം. ഇതേ സമയം കുമലയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ തൊഴുത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. സുക്കീർ എന്ന് പറയുന്ന ഒരു പണിക്കാരനാണ് അവളെ നോക്കുന്നത്. മിണ്ടാതെ ഇവിടെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ സോജിമാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവളൊരു കുഞ്ഞല്ലേ, അവളെ ഇങ്ങനെ ശിക്ഷിക്കണോ, അവൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ, അവൾ അവിടെ തന്നെ കിടക്കട്ടെ എന്നാണ് സോജിമാൻ പറയുന്നത്. ഒഴിവ് സമയങ്ങളിൽ ഈ ഒരു ആൻറ്റി നമ്മുടെ കുമലയുടെ അടുത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കും. മോള് പേടിക്കേണ്ട, മോള് വിഷമിക്കേണ്ട, മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കും. കുമലയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ആ ഒരു ആൻറ്റിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ ഒരു അഴുക്ക പിള്ളേർ വീണ്ടും ഇവളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പാവം കുമലയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ചളി വാരിയിട്ട് ആ ഒരു പയ്യന്മാർ നമ്മുടെ കുമലയുടെ മുഖത്താക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ ആൻറ്റി വന്നിട്ട് ആ പിള്ളേരെയൊക്കെ ഓടിച്ചു വിടുന്നുണ്ട്.
പക്ഷേ അപ്പോഴേക്കും അവൾക്ക് നല്ല രീതിയിലുള്ള പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ സുലാസ്ത്രീയും സോജിമാനും കണ്ടു നിൽക്കുകയായിരുന്നു. ഈ ഒരു ആൻറ്റി മാത്രമാണ് തന്നെ രക്ഷിച്ചതെന്ന് അപ്പോൾ നമ്മുടെ കുമലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് രാത്രി ആരും അറിയാതെ കുമല പുറത്തേക്ക് ഇറങ്ങുകയാണ് സുമലയുടെ സഹായത്തോട് കൂടിയിട്ട്. എന്നിട്ട് അവളെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്ന, ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യന്മാരുടെ വീട്ടിലേക്ക്, ഓരോരുത്തരുടെയും വീട്ടിലേക്ക് അവൾ പോവുകയാണ്. കൂടെ തന്നെ പ്രേതപ്പെണ്ണായിട്ടുള്ള സുമലയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പയ്യന്മാരെ വളരെ നിഷ്ക്രൂരമായിട്ട് തന്നെ തീർത്ത് കളയുന്നുണ്ട്. ഈ ഒരു പ്രേതത്തെ അവൾക്ക് പുറകിലായിട്ട് കാണുമ്പോൾ ആ പയ്യന്മാർ എന്തായാലും പേടിക്കുമല്ലോ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇത്രയും കുട്ടികളെ എങ്ങനെയാണ്, ആരാണ് ഇതൊക്കെ ചെയ്തത്? അങ്ങനെ വൈകിട്ടൊന്നും ഇപ്പോൾ കുട്ടികളെ പുറത്തേക്ക് ആരും വിടുന്നില്ല. കുമലയെ ഉപദ്രവിച്ച കുട്ടികൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു വീട്ടിലിരുന്ന് ചുമ്മാ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ ഒരു മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഇവർ ഡോർ തുറന്ന് നോക്കിയപ്പോൾ അത് കുമലയായിരുന്നു. ഒരു ബോളും അവളുടെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ കളിക്കാൻ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ ഓരോരുത്തരെയും വളരെ നിഷ്ഠൂരമായിട്ട് അങ്ങോട്ട് തീർത്ത് കളയുകയാണ്. അതൊന്നും കാണിക്കാൻ പറ്റില്ല, അജാതി വയലൻസ് ആണ്. അങ്ങനെ അടുത്ത ദിവസം ഗ്രാമത്തിലുള്ളവരെല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. ഒരു വലിയ മരത്തിനടിയിലായിട്ട് ഇപ്പോൾ ഓരോരോ കുട്ടികളുടെയും മൃതദേഹം ഇവർ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്തായിട്ട് തന്നെ നമ്മുടെ കുമലയുടെ കളിപ്പാവയും കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഒരു സംശയം, പോരാത്തതിന് ഇവരുടെ കിണറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ സോജിമാൻ്റെ വീട്ടിൽ. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ സോജിമാനും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കുറച്ച് പേര് വന്നിട്ട്, മുതലാളി ഇങ്ങോട്ടേക്ക് വന്നത്, അതായത് ചോളപ്പാടത്തേക്ക്. അവിടെ പോയി നോക്കുമ്പോൾ ഒരു വലിയ കമ്പിൽ ഈ കുട്ടികളുടെ തലയൊക്കെ ഇങ്ങനെ കോർത്ത് വെച്ചേക്കാണ്. ഇത്രയും നിഷ്ഠൂരമായിട്ട് ആരാണ് ചെയ്തതെന്ന് ഇവർക്ക് ആർക്കും ഒരു പിടി കിട്ടുന്നില്ല. ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു കളിപ്പാവയുമായിട്ട് ഇപ്പം അങ്ങോട്ടേക്ക് വന്നേക്കാണ്. എന്നിട്ട് നിങ്ങളുടെ മകളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ സോജിമാൻ പറയുന്നുണ്ട്, അവളൊരു സാധു പെൺകുട്ടിയാണ്, അവൾക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം വിരട്ടുകയാണ്. ഇവരെല്ലാവരും ഒന്നടങ്കം പറയുമ്പോൾ നമ്മുടെ സോജിമാനും ഇപ്പോൾ ഒരു സംശയം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ആ ഒരു തൊഴുത്തിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ചാക്കുകൾ അടുക്കി വെച്ചതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു. ആ ഒരു ദ്വാരം വഴിയാണ് തങ്ങളുടെ മകൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് സുലാസ്ത്രീ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ സാത്താനുമായിട്ടുള്ള ഉടമ്പടിയുടെ കാര്യം, കുഞ്ഞു ജനിക്കാനായിട്ട് താൻ ചെയ്ത ആ ഒരു ആഭിചാര ക്രിയകളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നത്. ഇതറിഞ്ഞ സോജിമാൻ നേരെ നമ്മുടെ കുമലയുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി. അതായത് സുമലയാണ് ഇതെല്ലാം കുമലയെ കൊണ്ട് ചെയ്യിക്കുന്നത്. വീടിൻ്റെ സുരക്ഷ നമ്മുടെ സുക്കീറിനെ ഏൽപ്പിച്ചതിന് ശേഷം സോജിമാൻ ഇപ്പോൾ ഒരു ഷാമാനെ, അതായത് മന്ത്രവാദിയെ കാണാനായിട്ട് പോവുകയാണ്. അന്ന് രാത്രി കുമല പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട് വലിയൊരു മരപ്പലക തന്നെ അവളുടെ കാലുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആൻറ്റിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ടായിരുന്നു. ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവിടെ നിന്ന് ജോലിയൊക്കെ മതിയാക്കിയിട്ട് തൻ്റെ മകനായിട്ടുള്ള സാംതോട് കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇതേ സമയം സക്കീർ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ കുമലയെ ഉപദ്രവിക്കാനായിട്ട് നോക്കുകയാണ്. ഇതേസമയം കുമലയാണെന്നുണ്ടെങ്കിൽ ജീവനോടെ പാറ്റകളൊക്കെ പിടിച്ചു തിന്നത് കണ്ടിട്ട് നമ്മുടെ സുക്കീറിന് പേടിയാവുന്നുണ്ട്. അവൻ അപ്പം തന്നെ പുറത്തേക്കും പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ സോജിമാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവാദിയെ കണ്ടു, ഒന്നുകിൽ കുമലയെ ഇല്ലാതാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിച്വലും മറ്റൊക്കെ എടുത്തിട്ട് സുമല എന്നേക്കുമായിട്ട് ഓടിച്ചു വിടണം. അതായത് ആ ഒരു പ്രേരത്തെ ഒഴിവാക്കി വിടണം. എന്നാൽ മാത്രമേ, അതും 10 വയസ്സാവുന്നതിന് മുമ്പ്. ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സുക്കീറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കുമല വന്നേക്കാണ്, അതായത് സുമല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് സുക്കീറിനെ ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുക്കീർ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ഇവരുടെ വീട്ടിലേക്ക് കയറുകയാണ്. പക്ഷേ അവൻ്റെ പിന്നാലെ തന്നെ ഈ ഒരു പ്രേതം വന്നിട്ട് അവനെയും ഇപ്പോൾ തീർക്കാനായിട്ട് വരികയാണ്. എന്നിട്ട് ഒരു കൊലച്ചിരി അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ശേഷം അവനെയും തീർത്ത് കളയുന്നു. ഇതേ സമയം സുലാസ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. സൗണ്ട് കേട്ടിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ നമ്മുടെ കുമലയാണെന്നുണ്ടെങ്കിൽ പിയാനോ വായിക്കുകയാണ്. അത് കുമലയല്ല, സുമലയുടെ പ്രേതമാണെന്ന് നമ്മുടെ സുലാസ്ത്രീക്ക് മനസ്സിലായി. സുലാസ്ത്രീ വേഗം ഒരു റൂമിൽ കയറിയിട്ട് വാതിലടച്ചു. പക്ഷേ ആ ഒരു വാതിലും കൊണ്ട് സുമലയുടെ പ്രേതം അങ്ങോട്ടേക്ക് വരികയാണ്. മോളെ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിൻ്റെ അമ്മയല്ലേ. അമ്മയോ? നിങ്ങളോ? കുമലയോട് നിങ്ങൾ സ്നേഹം കാണിച്ചോ? എന്നോട് നിങ്ങൾ സ്നേഹം കാണിച്ചോ? ഇല്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ കുമലയോട് സോറി പറഞ്ഞു. അങ്ങനെ സുമല കുമലയുടെ ശരീരത്തിൽ നിന്ന് പോയതിന് ശേഷം കുമലയുടെ അടുത്ത് ഇപ്പം നമ്മുടെ സുലാസ്ത്രീ സംസാരിക്കുകയാണ്. എന്നിട്ട് മോളോട് എല്ലാ മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൾ അത് ക്ഷമിക്കുകയും ചെയ്തു. പക്ഷേ സുമല ക്ഷമിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമല ഉടനെ തന്നെ ഈ ഒരു അമ്മയെ, അതായത് സുലാസ്ത്രീയെ ഇല്ലാതാക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള സോജിമാൻ ഞെട്ടിപ്പോയി. തൻ്റെ ഭാര്യ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ദേ സോജിമാൻ്റെ മുൻപിലായിട്ട് കുമലയും സുമലയും ഒരുമിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും നമ്മുടെ സോജിമാന് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ കുമലയുടെ ശരീരത്തിലേക്ക് സുമല പ്രവേശിക്കുകയാണ്. സോജിമാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ സുമലയെ കീഴ്പ്പെടുത്താനായിട്ടൊന്നും പറ്റുന്നില്ല. മറ്റൊരു വഴിയുമില്ലാതെ നമ്മുടെ സോജിമാൻ അവിടെ നിന്ന്
ഇറങ്ങി ഓടുകയാണ്. സ്റ്റെയർ കേസിൽ നിന്നൊക്കെ തെന്നി ഉരുണ്ട് അവൻ വീഴുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ സോജിമാൻ ഗ്രാമത്തിലെ ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി പന്തം കൊളുത്തിട്ട് ഈ ഒരു കുമലയെ പിടിക്കാനായിട്ട് പോവാണ്. അതായത് സുമലയാണെന്ന് പറഞ്ഞിട്ടും ഇവരുടെ വിചാരം കുമലയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. അത് തിരുത്താനായിട്ട് സോജിമാൻ ശ്രമിച്ചെങ്കിലും ആരും തന്നെ അത് കേൾക്കാനൊന്നും കൂട്ടാക്കിയില്ല. എല്ലാവരും ഇപ്പോൾ കുമലയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കത്തിയും എടുത്തിട്ട് നമ്മുടെ സോജിമാനും ഇപ്പോൾ അവിടേക്ക് പോവുകയാണ്, ആ ഒരു ചോളപ്പാടത്തേക്ക്. ഒരുപാട് ദൂരം സോജിമാൻ മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇപ്പോൾ സുമല വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോജിമാനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമ്പോൾ തന്നെ സോജിമാൻ ഒരു കല്ലെടുത്തിട്ട് ആ സുമലയുടെ തലക്കടിക്കുന്നു. അപ്പോൾ തന്നെ അവൾ ബോധം കെടുന്നു. ഉടനെ തന്നെ ഒരു ചാക്കിലേക്ക് അവളുടെ ശരീരമാക്കിയിട്ട് അവിടെ നിന്നും വലിച്ചഴിച്ച് അവൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ വീണ്ടും സുമല ആ ഒരു ചാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ സോജിമാന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ സോജിമാൻ ഈ ഒരു സുമലയെ കുത്തിയെങ്കിലും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. അങ്ങനെ സുമല വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ട് സോജിമാന് നേരെ വരികയാണ്. എന്നിട്ട് സോജിമാൻ്റെ കഥ അപ്പം തന്നെ കഴിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഗ്രാമത്തിലുള്ളവരെല്ലാവരും ചോളപ്പാടത്ത് ഒരു കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അതായത് സോജിമാൻ്റെ ആ ഒരു ശരീരം നമ്മുടെ കുമലയെ എങ്ങനെയാണോ അവർ ആ ഒരു കമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരു വലിയ കമ്പിൽ നാട്ടി വെച്ചിരിക്കുകയാണ് സോജിമാൻ്റെ ശരീരം. സുമലയെ തളയ്ക്കാനായിട്ട് കത്തിയും മറ്റൊക്കെ കൊടുത്തയച്ച ആ ഒരു മന്ത്രവാദിയെയും സുമല തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും സുമല എന്നുള്ള ആ ഒരു പേര് കേട്ടാൽ തന്നെ പേടി വരും. ഇപ്പോഴും സുമല ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സാബ്ദോ എല്ലാവരുടെ അടുത്തും പറയുന്നത്. വൈകിട്ടാകുമ്പോൾ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിധി ഇതായിരിക്കും. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സുമല എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.